സിനിമയിലായാലും പൊതുമധ്യത്തിലാണെങ്കിലും പലപ്പോഴും ശ്രദ്ധ പിടിച്ചു പറ്റുന്നവരാണ് സെലിബ്രിറ്റികൾ. തങ്ങളുടെ ആരാധനാപാത്രങ്ങളെ ഒരു നോക്ക് കാണാൻ വേണ്ടി മാത്രം ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും ആളുകൾ എത്തുന്നതൊക്കെ പതിവ് കാഴ്ചകളാണ്. എന്നാൽ അപൂർവ സന്ദർഭങ്ങളിൽ ഇത് ദുരന്തങ്ങളിലേക്ക് നയിക്കുകയും ചിലരുടെ ജീവൻ നഷ്ടപ്പെടാൻ കാരണമായിട്ടുമുണ്ട്. ഇത് സെലിബ്രിറ്റി ഉൾപ്പെടെയുള്ളവർക്കെതിരെ നിയമ നടപടികളിലേക്ക് നയിക്കുകയും ചെയ്തിട്ടുണ്ട്. അല്ലു അർജുൻ കൂടാതെ മറ്റ് ചില സെലിബ്രിറ്റികളും സമാന രീതിയിൽ നിയമ നടപടികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. തിയേറ്ററിൽ തിക്കിലും തിരക്കിലും പെട്ട സ്ത്രീ മരിച്ച സംഭവത്തിൽ കഴിഞ്ഞ ദിവസമാണ് തെന്നിന്ത്യൻ സൂപ്പർ താരം അല്ലു അർജുൻ അറസ്റ്റിലായത്. ഡിസംബർ 4-നാണ് പ്രീമിയർ ഷോയ്ക്ക് തൊട്ടു മുൻപ് തിക്കിലും തിരക്കിലും പെട്ട് യുവതി മരിച്ചത്. എന്നാൽ അല്ലു അർജുന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനിടെ ഷാരൂഖ് ഖാനെതിരായ സമാന സ്വഭാവമുള്ള കേസിനെ കുറിച്ചും പരാമർശമുണ്ടായി. 2017-ൽ റായ്സ് എന്ന സിനിമയുടെ പ്രൊമോഷൻ പരിപാടിക്കിടെ തിക്കിലും തിരക്കിലും ഒരാൾ മരിക്കുകയും ഒട്ടേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഈ സംഭവമാണ് അല്ലുവിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനിടെ അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ചത്. സംഭവത്തിൽ അന്ന് ഗുജറാത്ത് ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഷാരൂഖ് ഖാനെ കേസിൽ നിന്ന് ഒഴിവാക്കി. താരത്തിന്റെ പ്രവർത്തികൾ കാരണമല്ല മരണം സംഭവിച്ചത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കോടതി ഷാരൂഖ് ഖാന് അനുകൂലമായ ഉത്തരവിട്ടത്. അന്ന് പ്രൊമോഷൻ പരിപാടിക്കിടെ ഷാരൂഖ് ഖാൻ ടീഷർട്ട് എറിഞ്ഞു നൽകിയതാണ് തിരക്കുണ്ടാകാൻ കാരണമായത്. എന്നാൽ പുഷ്പ 2-ന്റെ റിലീസിനിടെ അല്ലു അർജുൻ തിയേറ്ററിൽ സിനിമാ പ്രദർശനത്തിന് എത്തുക മാത്രമാണ് ചെയ്തത്. മാത്രമല്ല, താഴത്തെ നിലയിൽ തിക്കും തിരക്കുമുണ്ടായ സമയത്ത് അദ്ദേഹം തിയേറ്ററിലെ 1-ാം നിലയിൽ സിനിമ കാണുകയായിരുന്നു. കൂടാതെ തിയേറ്ററിൽ വരേണ്ട എന്ന തിയേറ്റർ മാനേജ്മെന്റോ പോലീസോ തന്റെ കക്ഷിയോട് ആവശ്യപ്പെട്ടിരുന്നില്ലെന്നും അല്ലു അർജുന്റെ അഭിഭാഷകൻ വാദിച്ചു. നടന്റെ ബോധപൂർവമായ ഒരു പ്രവൃത്തിയും മരണത്തിന് കാരണമായിട്ടില്ല. തിക്കിലും തിരക്കിലും ശ്വാസം മുട്ടിയാണ് സ്ത്രീ മരിച്ചത്. അതിനാൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റം നിലനിൽക്കില്ല എന്നും അഭിഭാഷകൻ പറഞ്ഞു. ഇത്തരത്തിൽ സെലിബ്രിറ്റികളെ കാണാനും മറ്റുമായി തിക്കിലും തിരക്കിലും പെട്ട ആളുകളുടെ മരണവും പരിക്കുകളും ഉണ്ടായ സംഭവങ്ങൾ നിരവധിയുണ്ട്. ഈ അടുത്തിറങ്ങിയ ജൂനിയർ NTR നായകനായെത്തിയ ദേവരയുടെ ആദ്യ ഷോ പ്രദർശിപ്പിക്കാൻ വൈകി എന്ന് ആരോപിച്ച ജൂനിയർ NTR ആരാധകർ തെലങ്കാനയിലെ കോതഗുണ്ടയിലെ പലോഞ്ചയിലെ വെങ്കടേശ്വര തിയേറ്റർ തകർത്തിരുന്നു. സിനിമയുടെ റിലീസിനിടയിലും ആരാധകരുടെ ചില വിചിത്ര വീഡിയോകളാണ് പുറത്തു വന്നത്. സിനിമയെ ആഘോഷത്തോടെ വരവേൽക്കുന്ന ആരാധകരുടെ വീഡിയോ ആണ് ശ്രദ്ധ നേടിയത്. ആടിന്റെ തല അറുത്തുകൊണ്ടും അതിൽ നിന്നുള്ള രക്തം ചിത്രത്തിന്റെ പോസ്റ്ററിലേക്ക് ഒഴുക്കുന്ന ദൃശ്യങ്ങൾ അടക്കമുള്ള വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായത്. ഹൈദരാബാദിലെ സുദർശൻ തിയേറ്ററിൽ പടക്കങ്ങൾ പൊട്ടിച്ചതോടെ കട്ടൌട്ടിന് തീ പിടിച്ച വീഡിയോ ശ്രദ്ധ നേടിയിരുന്നു. കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ ടൈഗർ 3-യുടെ പ്രദർശനത്തിനിടയിലും ആരാധകരുടെ ആഘോഷം അതിരുവിടുകയും സംഭവത്തിൽ പ്രതികരണവുമായി താരമെത്തുകയും ചെയ്തിരുന്നു. സ്ക്രീനിൽ സൽമാൻ ഖാൻ മാസ് കാണിക്കുമ്പോൾ തിയേറ്ററിനകത്ത് പടക്കം പൊട്ടിച്ചും പൂത്തിരി കത്തിച്ചുമാണ് മാലേഗാവിലെ ആരാധകർ ആഘോഷിച്ചത്. തിയേറ്റർ അധികൃതർക്കും സിനിമ കാണാനെത്തിയവർക്കും ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് സൃഷ്ടിച്ചത്. ഇതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തിരുന്നു. 2022-ൽ വിജയ് ചിത്രം ബീസ്റ്റിന്റെ ട്രെയിലറിന്റെ ആദ്യ സ്ക്രീനിങ്ങിനിടെ ആരാധകർ തിയേറ്ററിനുള്ളിലെ കസേരകളും മറ്റും നശിപ്പിച്ചതും വാർത്തയായിരുന്നു. തിരുനെൽവേലിയിലെ റാം സിനിമാസിൽ സിനിമയുടെ ട്രെയിലറിന്റെ പ്രദർശനത്തിനിടെയാണ് ആരാധകരുടെ ആഘോഷം നാശത്തിൽ കലാശിച്ചത്. അതേസമയം അല്ലു അർജുൻ നായകനായ പുഷ്പ 2 സിനിമയുടെ റിലീസിനിടെയുണ്ടായ സംഘർഷത്തെ തുടർന്നുണ്ടായ തിക്കിലും തിരക്കിലും പെട്ടാണ് അല്ലു അർജുന്റെ കടുത്ത ആരാധികയായിരുന്ന സ്ത്രീ മരിച്ചത്. ഹൈദരാബാദ് ദിൽഷുഖ്നർ സ്വദേശിയായ രേവതിയാണ് മരിച്ചത്. രേവതിയുടെ കുട്ടിക്കും ഭർത്താവിനും ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിലായിരുന്നു ഈ സംഭവം. തിയേറ്ററിലേക്ക് കയറാൻ ശ്രമിച്ച രേവതിയും ശ്രീതേജും തിരക്കിൽപ്പെട്ട് കുഴഞ്ഞു വീഴുകയായിരുന്നു. ഇരുവരെയും ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രേവതി മരിക്കുകയായിരുന്നു.